ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ക്രിസ്മസ് പരീക്ഷയുടെ മാർക്കുകളൊക്കെ വന്നിട്ട് ടെൻഷൻ അടിച്ച് A+ കിട്ടുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മറ്റു പലരും, അധ്യാപകരും മറ്റു പല ആളുകളും ഇത് കാണുന്നുണ്ടാവും. 9ാം ക്ലാസ്സുകാർ കാണുന്നുണ്ടാവും. അവർക്ക് ഈ വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലീവ് ചെയ്തിട്ട് പോവാം. ഞാൻ പറയുന്നത് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മക്കളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് 36 മാർക്കിനും മേലെ വന്നില്ല, 72നും മേലെ വന്നില്ല, A+ കിട്ടുമോ, ഇനി പഠിച്ചാൽ A+ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോടാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയും A+ കിട്ടാനുള്ള സമയമുണ്ട്. ഓക്കെ, ഷുവറായിട്ടും ഞാൻ പറയാണ്, ഇനിയും നിങ്ങൾ 2 മാസം പണിയെടുത്ത് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിലേക്ക് എത്താൻ പറ്റും, A+ലേക്ക് എത്താനായിട്ട് പറ്റും. ക്ലിയർ ആണോ? യെസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, യെസ്, ഇതിനകത്ത് എങ്ങനെയാണ് A+ലേക്ക് എത്താൻ പറ്റുകയെന്ന് അല്ലേ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇനി എങ്ങനെയാണ്, ഇനി പ്രീ മോഡൽ വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ് മോഡൽ വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണല്ലോ SSLC വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ജനുവരി മാസം അവസാനം ആകുമ്പോഴത്തേക്കും പ്രീ മോഡൽ വരും, അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ മോഡൽ വരും, അത് കഴിഞ്ഞ് മാർച്ചിൽ SSLC പരീക്ഷ വരും. പിന്നെ എങ്ങനെയാണ് പഠിക്കുക? പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ട് വെച്ചിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ സോഷ്യൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു 70% അറിയാവുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ശരിയല്ലേ? ആ ചാപ്റ്ററുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു 75% നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ അത് പ്രീ മോഡലിന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എങ്ങനെ? 75% അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. എത്ര പഠിക്കണം? 100% ആക്കിയിട്ട് പഠിക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്നത് 75% ആണ്, പക്ഷേ നിങ്ങൾ പ്രീ മോഡൽ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം. അതായത് 100%ലേക്ക് നിങ്ങൾ എത്തണം പ്രീ മോഡലിന് മുമ്പ്. ഓക്കെ ആണല്ലോ? ഇതുവരെ നിങ്ങൾ കുറേ നാൾ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു വെച്ചിട്ടില്ലേ? ആ ചാപ്റ്റേഴ്സിന് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾ പലരും ഉണ്ടാവും ടെക്സ്റ്റ് ബുക്ക് വെറുതെ ഇങ്ങനെ വായിച്ചിരിക്കും, അല്ലെങ്കിൽ PDF ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും എടുത്തു വെച്ചിട്ട് നിങ്ങളൊരു വരി പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, കാര്യം SSLC പരീക്ഷയ്ക്ക് നമുക്ക് വൈവ ക്വസ്റ്റ്യൻസ് അല്ല ഉണ്ടാവുക, ചോദിക്കലും പറയലല്ല ഉണ്ടാവുക. നമുക്ക് എന്താണ്, ഈ പറഞ്ഞ പോലെ എഴുത്ത് പരീക്ഷയാണുള്ളത്. അപ്പം അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അത് പ്രീ മോഡലിന് മുമ്പ് നിങ്ങൾ ചെയ്യുക. ഇനി മോഡലിലേക്ക് എത്തുന്ന സമയത്ത് മോഡലിന് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് 100% എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുക. എല്ലാ ചാപ്റ്റേഴ്സും. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. ലേറ്റ് നൈറ്റ് ഇരിക്കാൻ പോകരുത്. രാവിലെ 5 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കണം. 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരുണ്ട്, അവരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. നിങ്ങൾ പ്രഷർ കുക്കർ ആവേണ്ട കാര്യമില്ല. നിങ്ങളൊരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 8 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറക്കം വേണം. 8ഓ 7ഓ 7 ആക്കാം. പലരും എന്ത് ചെയ്യുന്നുണ്ടാവും, 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം, 5 മണിക്ക് എഴുന്നേൽക്കണം. അപ്പോൾ സ്റ്റഡി പ്ലാന് കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. പക്ഷേ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മോഡൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ക്ലിയർ ചെയ്യണം. ഇനി SSLCക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതിനകത്ത് വരുന്ന SCRT ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും. PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് ചെയ്യണം. പിന്നെ അതുപോലെ ക്രിസ്മസ് പരീക്ഷ, അതുപോലെ തന്നെ ഓണപ്പരീക്ഷ, ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ആ ടോപ്പിക്ക് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ട് പോകണം. പ്രത്യേകിച്ച് ആ ടോപ്പിക്ക് നോക്കി വെക്കാനും നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഇതിൻ്റെ ക്രിസ്മസ് പരീക്ഷയുടെയും അതുപോലെ തന്നെ ഓണപരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നിങ്ങൾ SSLCക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് പല ചാനലുകളിലും പറയുന്നുണ്ടാവും, എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഡേ ഷെഡ്യൂൾ ചെയ്യുന്നതും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളായിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞു തന്നു പ്രീ മോഡൽ, മോഡൽ, SSLC. ക്ലിയർ ആണോ? ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, 2 മാസം കൊണ്ട് പഠിച്ചാലെത്തുമെന്ന്. മക്കളെ, കഴിഞ്ഞ വർഷം ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം, ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവന് ക്രിസ്മസ് പരീക്ഷയ്ക്ക്, കെമിസ്ട്രി പരീക്ഷയ്ക്കാണ് 12 മാർക്കാണ് കിട്ടിയത്. ഓക്കെ, ആ കുട്ടി വന്ന് കരഞ്ഞു, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി, എനിക്ക് A+ കിട്ടുമോ, എനിക്ക് ഫുൾ A+ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനായി എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഇനി 2 മാസം പഠിച്ചാൽ മതി, ഈ 2 മാസം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യെസ് A+ലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവനായി പറഞ്ഞ പോലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇൻസ്റ്റഗ്രാമൊക്കെ മാറ്റി വെച്ച് കൃത്യമായിട്ട് പഠിച്ചു, നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചു. പ്രത്യേകിച്ച് എഴുതി പഠിക്കുന്നതിലാണ് കാര്യം. നിങ്ങൾ ഇക്വേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി പഠിക്കുക. മാത്സൊക്കെ ചോദ്യം ചെയ്താണ് അവൻ പഠിച്ചത്. ക്ലിയർ ആണോ? അപ്പം അങ്ങനെ പഠിച്ച ഒരാൾ ഡിസിപ്ലിൻ 2 മാസം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതുവരെ ഒന്നും അറിയാതിരുന്ന 12 മാർക്കും വാങ്ങിച്ച് ജസ്റ്റ് പാസ് അടിച്ചൊരു കുട്ടി എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ SSLC കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ലേക്ക് എത്തുകയാണ്. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ത്, ഇനിയും 2 മാസം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ A+ലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ പലർക്കും ഇപ്പോൾ ഡൗട്ട് അടിച്ചിരിക്കുന്നവരുണ്ടാവും. ആ ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ ചുമ്മാ ചെയ്യുന്ന വീഡിയോ അല്ല, ഞാനിത് റിയൽ ആയിട്ട് ചെയ്യുന്നതാണ്. 12 മാർക്കിന് കിട്ടിയ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഫുൾ A+ലേക്ക് എത്തുന്നു വിത്ത് ഹിസ് ഹാർഡ് വർക്ക്. അവൻ്റെ ഹാർഡ് വർക്ക് കാരണം മാത്രമാണ് അവൻ എന്തിലേക്ക് എത്തിയത്, ഫുൾ A+ലേക്ക് എത്തിയത്. അപ്പം നിങ്ങൾ ഈ 2 മാസം, അതായത് ജനുവരി അതുപോലെ തന്നെ ഫെബ്രുവരി, ഈ 2 മാസം എത്രത്തോളം കഷ്ടപ്പെടുന്നു, എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ പ്രോസസ്സിൽ ഏർപ്പെടുന്നു, അത്രത്തോളം നിങ്ങളുടെ റിസൾട്ട് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയർ ആണോ? ഫുൾ A+ എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താണോ കൊടുത്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് പഠിക്കുക. വെറുതെ സ്ലൈഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവില്ല, അത് പഠനമാവില്ല. അത് നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളൊരു അഡ്വൈസ്. പിന്നെ തലേദിവസം മാത്രം ലൈവും കണ്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ട് ഈ ഇന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമോ, ഇന്ന റിവിഷൻ പറഞ്ഞു തരുമോ, അത് മാത്രം നോക്കിയിട്ട് ഇരുന്നിട്ടും കാര്യമില്ല. ക്ലിയർ ആണോ? അപ്പോൾ അത് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് പഠിക്കുക. ക്ലിയർ? യെസ്. ഇനി നിങ്ങളെടുത്തൊരു കാര്യം പറയാനുള്ളത്, പല കുട്ടികൾക്ക് ഇപ്പോൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും. ഡിപ്രഷൻ ഒന്നും ആവശ്യമില്ലടാ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറഞ്ഞു പോയാലും ഒരു പ്രശ്നവുമില്ല. പ്രീ മോഡലിന് നിങ്ങൾക്ക് ഒരു ആവറേജ് മാർക്ക് മതി. പക്ഷേ മോഡൽ പരീക്ഷയ്ക്ക് എന്താവണം, നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം. എനിക്കറിയാം പ്രീ മോഡൽ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ മോഡൽ പരീക്ഷയ്ക്കുള്ളൂ. പക്ഷേ ആ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക. ഈ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയാസ്, അത് ഈ 1 മാസത്തേക്ക് 2 മാസത്തേക്ക് നിങ്ങളൊന്ന് മാറ്റിവെച്ച് നോക്കൂ. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നിങ്ങൾക്ക് A+ലേക്ക് എത്താൻ പറ്റും. അപ്പോൾ മോഡൽ പരീക്ഷയ്ക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോഡൽ പരീക്ഷയ്ക്കാണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, മോഡൽ പരീക്ഷയ്ക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLCക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്കൂളിലെ അധ്യാപകർ മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് ഇടുന്ന സമയത്ത് മോഡലിന് പരമാവധി മാർക്ക് കുറച്ചിട്ടാണ് തരുള്ളൂ, കുറവേ ഇത് കിട്ടുള്ളൂ. കാരണം നിങ്ങൾ SSLC പരീക്ഷയ്ക്ക് കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അപ്പോൾ മോഡലിന് കുറഞ്ഞു പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോഡലിന് പരമാവധി കുറച്ചേ തരുള്ളൂ. അതിനുശേഷം SSLCക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൂടിയിട്ട് വരുന്നത്. ഇപ്പം തന്നെ പല ക്ലാസ്സുകളെയും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. നല്ല പഠിക്കുന്ന ക്ലാസ്, പഠിക്കാത്ത ക്ലാസ്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും പഠിക്കാത്ത ക്ലാസ്സിൽ പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും നിങ്ങൾക്ക് കംബാക്ക് അടിക്കാം. ഇത് ഞാൻ ജെന്യൂനായിട്ട് പറയുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു, 12 മാർക്കായിരുന്നു, അവന് ഇനി A+ലേക്ക് എത്തില്ല എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വന്നു. അവൻ കൃത്യമായിട്ട് വർക്ക് ചെയ്തു, അതിലേക്ക് എത്തുകയും ചെയ്തു. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾക്കും പറ്റും. ഒരു സാധാരണ കുട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇനിയും 2 മാസം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റും. എ കംബാക്ക് ഈസ് പോസിബിൾ. അപ്പോൾ നിങ്ങൾ കംബാക്ക് അടിക്കുമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കംബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇടുക. ഇനി നിങ്ങൾ റിസൾട്ട് വന്നിട്ട് കംബാക്ക് അടിച്ചോ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ മറ്റ് പല ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ വേണമെങ്കിൽ തരാം. ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ക്രിസ്മസ് പരീക്ഷ ഈസ് ജസ്റ്റ് എ പരീക്ഷ, ഒരു ചെറിയൊരു പരീക്ഷ പോലെ നിങ്ങൾ കണ്ടാൽ മതി. ഇനി മോഡൽ പരീക്ഷയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് SSLC. മോഡലിന് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കംബാക്ക് അടിക്കണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് SSLCക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ജെന്യൂനായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിനകത്ത് കുറേ തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. എന്താ ചെയ്യുക, നിങ്ങൾ കംബാക്ക് അടിക്കുക. ഞാനിവിടെ എഴുതി വയ്ക്കുന്നുണ്ട് കംബാക്ക്.
പറ്റൂടാ. നിങ്ങൾക്ക് ഈ 2 മാസം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റും. കംബാക്ക് അടിച്ചോളൂ. താങ്ക് യു.